ബ്രേസസ് ഇട്ട് കഴിഞ്ഞാൽ പല്ലിന് ഇളക്കം വരാനും ബലം കുറയാനും സാധ്യതയുണ്ട്. മിത്താണ്. ബ്രേസസ് ഇട്ടപാട് നമുക്ക് പല്ല് ചെറുങ്ങനെ ഇളകും പോലെ മൂവ് ആവുന്ന പോലെ തോന്നും, പക്ഷെ അത് ടെമ്പററി ആണ്. ബ്രേസസ് ഇട്ട് കഴിഞ്ഞാൽ മൗത്ത് അൾസർ ഉണ്ടാവാനും വായുനാറ്റം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് മിത്താണ്. നല്ല ക്വാളിറ്റി ബ്രേസസ് ആണ് ഇടുന്നതെങ്കിൽ ഒരിക്കലും മൗത്ത് അൾസേഴ്സ് വരാനുള്ള സാധ്യതകളില്ല. അതുപോലെ വായുനാറ്റം വരുന്നത് ഈ ബ്രേസസിന്റെ ഇടയിൽ ഫുഡൊക്കെ ലോഡ്ജ് ആവുന്നതുകൊണ്ടാണ്. അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത് പരിഹരിക്കാവുന്നതാണ്. ബ്രേസസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ അത് എൻഡ് ചെയ്യുന്നവരെ പല്ലിന് വേദന ഉണ്ടാവും. അത് മിത്താണ്. ബ്രേസസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പെയിൻ ഉണ്ടാവുള്ളൂ. അതുപോലെ അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും കുറച്ച് ദിവസം പെയിൻ ഉണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ റെഡി ആവുന്നതാണ്. ബ്രേസസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് ചില കേസുകളിൽ സ്പീച്ച് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാറുണ്ട്. ഫാക്റ്റ് ആണ്. ചില കേസസിൽ ലൈക്ക് ഓപ്പൺ ബൈറ്റ് ഒക്കെ ആണെങ്കിൽ ബ്രേസസ് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ സ്പീച്ച് ഇംപ്രൂവ്മെന്റ് കാണാറുണ്ട്. വൺസ് ബ്രേസസ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പല്ല് പഴയ പൊസിഷനിലോട്ട് പോകില്ല. മിത്താണ്. ബ്രേസസ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് റീറ്റെയിനർ പ്രോപ്പറായിട്ട് ഇട്ടില്ലെങ്കിൽ പഴയ പൊസിഷനിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബ്രേസസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഫുഡ്സും കഴിക്കാൻ പറ്റില്ല. ഫാക്റ്റ് ആണ്. ബ്രേസസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് ആൻഡ് സ്റ്റിക്കി ഫുഡ് ഒഴിവാക്കണം. മാക്സിമം സോഫ്റ്റ് ഫുഡ് കഴിക്കേണ്ടതാണ്.